rising on the field, crowd feeling the pressure. What a strike! It's flying. But at home, total cool with MyG Chill AC offer. പ്ലാൻ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഓരോ വെള്ളിയാഴ്ച ഓരോ സിനിമ ഇറങ്ങുമ്പോൾ നമുക്കും നമ്മൾ ആ സിനിമ കാണുമ്പോൾ ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി എന്ന് നമ്മൾ പറയുന്നത് പറയാതിരിക്കാൻ വേണ്ടി നമ്മുടെ സിനിമയിലും നമ്മളത് കറക്റ്റായിട്ട് സ്ക്രിപ്റ്റിങ്ങിലേ നമ്മളത് വർക്ക് ചെയ്ത്. നോർമലി ടോവിയുടെ ശരീരം ഒന്നും മുറി വേൽക്കുന്നതോ മറ്റേ പൊള്ളുന്നതോ ഇതൊന്നും ഇഷ്ടമേ ഉള്ളതല്ല. പക്ഷേ മറ്റേ സിനിമയുടെ അതൊക്കെ ഇഷ്ടം. നമുക്ക് പുടവേറെ വെച്ചാലോ, അങ്ങനെ രണ്ട് പല്ല് എക്സ്ട്രാ വെച്ചാലോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇതെല്ലാം പുള്ളി റെഫറൻസും കാണിച്ചു തരും. ലോക 2 എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ഈ സ്കില്ലിൻ്റെ എലാബറേറ്റഡ് വേർഷൻ ആണല്ലോ വരേണ്ടത്. ഞാൻ എന്നെ തന്നെ കൊണ്ടുപോയി സമർപ്പിക്കും. ഞാൻ എന്തും ചെയ്തോളാം, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. നമ്മുടെ ഒരു വിഷുക്കോടി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ കൈതരാം. പള്ളിച്ചട്ടമ്പി റിലീസ് എത്താനിരിക്കെ ടൊവിനോ തോമസും ബിജോയും സംവിധായകൻ ക്യൂ സ്റ്റുഡിയോയിൽ. പള്ളിച്ചട്ടമ്പി എന്നുള്ള പറയുന്നത് ഇപ്പോൾ അയാളൊരു പരിശീലിക്കപ്പെട്ട അല്ലെ പരിശീലനം കിട്ടിയ ഒരാൾ, ഒരു യോദ്ധാവിനെ പോലത്തെ ഒരാൾ. ഇപ്പോൾ അലി ക്രിസ്റ്റഫർ സേനയുടെ കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് പറയുന്നത്. ടൊവിന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ടൊവി ശരീരത്തിനെ പാകപ്പെടുത്തുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. നോർമലി ടൊവിയുടെ ശരീരം ഒന്നും മുറി വേൽക്കുന്നതോ മറ്റേ പൊള്ളുന്നതോ ഇതൊന്നും ഇഷ്ടമേ ഉള്ളതല്ല. പക്ഷേ മറ്റേ സിനിമയുടെ അപകടം ഒഴിവായ സിനിമയില്ല എന്ന് പറയുന്ന സംഗതിയാണ്. ഈ സിനിമയുടെ കാര്യം അറിയില്ല, ഇതില് പക്ഷെ നമ്മുടെ ഫിഷ് ടാങ്ക് പോലെ ഒന്നും അങ്ങനത്തെ ഒരു എപ്പിസോഡ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് ദൈവം ഇതിന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഫിസിക്കാലിറ്റി ഇതിലേക്ക് ഇതെന്ന് വെച്ചാല് ഞാൻ ഡിജോന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് ലീനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഡിജോ പക്ഷേ വേണ്ട, കവളൊക്കെ തുടുത്തിരിക്കണം, നല്ല ബീഫ് ടപ്പായിട്ടിരിക്കണം, ആൾക്കാരെയൊക്കെ എടുത്ത് എറിയാൻ പറ്റുന്ന പോലെ ഒരു മല്ലനെ പോലെ ഇരിക്കണം, എന്നാലേ നമുക്കതങ്ങനെ കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ കുറയ്ക്കണ്ടേ എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത് കൂട്ടാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും നല്ല നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ പലതരം ക്യൂസീൻസൊക്കെ ആയിട്ട് ഇത് എൻ്റെ മനസ്സിൻ്റെ ഒരു കോർണറിൽ കിടപ്പുണ്ടല്ലോ. ബീഫ് ടപ്പായിട്ടുള്ള അങ്ങനത്തെ ഒരാളായിട്ട് വന്നിട്ട് കവളൊക്കെ കൊടുത്താലും കുഴപ്പമില്ല. വർക്കൗട്ടും അതുപോലെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചാൽ സാധാരണ വെക്കേഷനിൽ വർക്കൗട്ട് ചെയ്യില്ല, ഭക്ഷണത്തിൽ പിടിക്കുകയുള്ളൂ, ഭക്ഷണം കുറച്ച് ലൈറ്റായിട്ട് പിടിക്കുകയുള്ളൂ. ഈ വെക്കേഷനിൽ ഞാൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്തു, എല്ലാ ദിവസവും നന്നായിട്ട് വർക്കൗട്ടും ചെയ്തു. അപ്പോൾ അങ്ങനെ അത് സിനിമയിൽ കണ്ടാലും അറിയാം, വെറുതെ വണ്ണം വെച്ചേക്കണല്ല, ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള അങ്ങനത്തെ രീതിയിലാണത് സൈസ് കുറച്ച് കൂട്ടിയത്. അതെന്താ വെച്ചാൽ അത് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇയാൾക്ക് ആക്ച്വലി അതിന് അടിതടയൊക്കെ കുറച്ച് പഠിക്കേണ്ടി വന്നിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുത്തനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളും എന്നാൽ ഇയാൾക്ക് എവിടെയോ ഒരു ഇന്നസെൻസ് ഉണ്ട്. ഇയാളുടെ രൂപമൊക്കെ ആയിട്ട് ഭയങ്കര മാസ്കുലിൻ ആയിട്ടുള്ള ഒരാളാണെങ്കിലും എവിടെയോ ഇയാൾ ഭയങ്കര വൾണറബിൾ ആണ്, റിലേറ്റബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നിയത്. അതായിരുന്നു നമുക്ക് ഇതിനകത്ത് വേണ്ടിയിരുന്ന ഒരു സാധനം. കാര്യം വെച്ചാൽ അയാളുടെ 2 ഫൈറ്റിലും 2 ഇമോഷനാണ്. 2 ഫൈറ്റും ഉള്ളൂ സിനിമയിൽ, പക്ഷേ 2 ഫൈറ്റിലും 2 കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഇമോഷനിലാണ്. ഒന്നിലെ ദാവീദും ഗോലിയാത്തിൽ ഞാൻ ഗോലിയാത്താണെങ്കിൽ അടുത്തതിലും ഞാൻ ദാവീദാണ്. അങ്ങനത്തെ ഒരു വ്യത്യാസം. അങ്ങനെ അത് ഫൈറ്റ് കാണുമ്പോഴും മനസ്സിലാവും. എൻ്റെ കൂടെ എൻ്റെ ട്രെയിനർ സ്ക്രിബ ഉണ്ടാവും. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഗതയും മുഗ്ദാർ അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഈ ഹിന്ദു പുഷപ്സ്, ദണ്ട് ബൈത്തക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ചിസിൽഡ് 6 പാക്കിനേക്കാളൊക്കെ അയാൾക്ക് ആക്ച്വലി ഭയങ്കര നല്ല കോർ സ്ട്രെങ്ത് ഒക്കെ ഉള്ള ഒരു തറയിൽ നല്ല ഉറപ്പിച്ച് നിൽക്കുന്ന ഒരാൾ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരാൾ. മല്ലൻ തന്നെയാണ് എല്ലാം അറിയാം. ഇപ്പൊ പറയാം ജാക്ക് ഓഫ് ട്രേഡ്സ്, പക്ഷെ മാസ്റ്ററും ആണോ എന്ന് വെച്ചാൽ മാസ്റ്ററും അല്ലാന്നും പറയുന്നില്ല, ആണ്. പുള്ളിക്ക് എല്ലാം അറിയാം. പറഞ്ഞ കളരി ആണെങ്കിലും അതിന്റെ ഒരു 60% പുള്ളിക്ക് അറിയാം, മറ്റേതാണെങ്കിലും അതും പുള്ളിക്ക് അറിയാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ടോവിനെ സംബന്ധിച്ച്. ടോവിക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പള്ളിച്ചട്ടമ്പിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ചിൻ്റെ അന്നത്തെ രൂപമൊന്നും ആയിരിക്കണം എന്നില്ല, നിങ്ങളൊരു ക്യാരക്ടർ ഐഡിയ വെച്ചിട്ടാണ് വരയ്ക്കുക. പക്ഷേ അതിലേക്ക് ആക്ടർ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ടഫ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പ്രാക്ടിക്കലാകുന്നൊരു പരിപാടിയായിരുന്നു. എന്താണത് ശരിക്കും? നമ്മൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ലുക്ക് വന്നപ്പോൾ നിങ്ങളന്ന് വരച്ചതിനോട് തന്നെ സാമ്യമുള്ള രൂപമാണ് വന്നത്. അതൊരു ആർട്ടിസ്റ്റ് വരച്ചതുമായിരുന്നില്ല. അതെ അതെ, അത് നമ്മൾ അന്ന് 2018 ക്വീൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ടോവിനെ കാണുന്നത്. നമ്മളൊന്ന് ഞാനും സുരേഷനും കൂടെ ടോവിയെടുത്തൊരു 1 ലൈൻ പറഞ്ഞു നമ്മുടെ പടത്തിൻ്റെ ജസ്റ്റ് ഒരു. പക്ഷെ ആ 1 ലൈൻ ഇപ്പോഴും സെയിം തന്നെയാണ്. നമ്മൾ മൂവിങ് ഫോർവേഡ് വർഷങ്ങൾ എത്ര ആയാലും നമ്മൾ സ്ക്രീൻ പ്ലേയിൽ കുറേ മാറ്റം വരുത്തെങ്കിലും 1 ലൈൻ നമ്മളുടെ ആ പഴയ ഒരു ഇതിൻ്റെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. പോകെ വന്നപ്പോഴാണ് നമ്മൾ ഈ ക്യാരക്ടർ എങ്ങനെ വേണം. ഇപ്പോൾ സുരേഷ് എനിക്ക് പണ്ടത്തെ കുറേ റെഫറൻസ് വന്നിട്ടുണ്ട്, പക്ഷെ ആള്
ഭയങ്കര മെലിഞ്ഞിട്ടില്ല. പണ്ടത്തെ ആൾക്കാർക്ക് നല്ല മീശയൊക്കെ ഉണ്ട്, തലമുടിയൊക്കെ ഒരു പറ്റയായിട്ട്, പക്ഷേ മെലിഞ്ഞിട്ടൊരു രൂപം തന്നു. അപ്പോൾ ഞാൻ സുരേഷിനെ പറഞ്ഞു, സുരേഷ് നമുക്ക് കുറച്ചും കൂടെ ഒരു, പ്രത്യേകിച്ച് ടൊവിയല്ലേ, അപ്പോൾ നമുക്കൊരു ക്യാരക്ടറും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറല്ലേ എന്നൊക്കെ പറയുമ്പോൾ നല്ലതാണല്ലോ, ഞാൻ വരപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ചത്. ബേസിക്കലി ഓൾഡ് മോങ്സിലെ മഹേഷ്. അതെ, മഹേഷ് കുറച്ച് നാൾ നമ്മൾ, എനിക്കൊന്ന് അന്ന് 2000, ഞാൻ ടൊവിയെടുത്തും പറയാം, എനിക്കൊന്ന് 19 or 20 കണ്ടപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ആ പോസ്റ്ററിലേക്ക് കുറേ വരച്ച്, അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ഓൾഡ് മോങ്സിൻ്റെ മഹേഷിൻ്റെ അവിടെ നിന്ന് വരപ്പിച്ച് ഏകദേശം തലയൊക്കെ ഇതാക്കി. പക്ഷേ ഞാൻ പറഞ്ഞു ആൾ ബീഫ് ടപ്പാണ്, അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് ഇത് വരും, മീശയും വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ റെഫറൻസ് വെച്ചിട്ടാണ് പുള്ളി വരച്ച് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പള്ളിച്ചട്ടമ്പീനെ നമ്മുടെ ഉള്ളിലെ ഇത് നമ്മുടെ ആഗ്രഹമാണ്. ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ സുരേഷിനും പറഞ്ഞു ഇത് പൊളിച്ച് കൊള്ളാം, നമുക്ക് പോസ്റ്ററിലോട്ട് പോവാം. അന്ന് പ്രൊഡക്ഷൻ വേറെ ആയിരുന്നു, അപ്പോൾ നമ്മൾ അതിൻ്റെ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്തു. അങ്ങനെ ഞാനത് ടൊവിക്കും കൊടുത്തു. ടൊവിയും പറഞ്ഞു കൊള്ളാം. എനിക്ക് തോന്നുന്നു ടൊവി അന്ന് കൽക്കിയുടെ ഷൂട്ടിന്റെ ഞാൻ ഒറ്റക്കാര്യം ചോദിച്ചു, മീശ അങ്ങനത്തെ മീശ ഉണ്ടോ ശരിക്കും ആൾക്കാർ? അപ്പൊ ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ ടൊവി എൻ്റെ അടുത്ത് ഇതേ സമയം ഡിജു ഇത്രയും മീശയൊക്കെ ഉണ്ടോ ഡിജു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തു. പണ്ടത്തെ ആൾക്കാരുടെ മീശ ഏകദേശം ഇത്രയും മെലിഞ്ഞാണ് ടൊവി, പക്ഷെ നമുക്ക് കുറച്ച് തടി വേണം, ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നു. ടൊവി പറഞ്ഞു അത് കുഴപ്പമില്ല, അതിപ്പോ ഓക്കെയാണ്, തടി കുഴപ്പമില്ല. അപ്പൊ ടൊവി കൽക്കിയുടെ എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ ഏതോ സീക്വൻസ് ചെയ്യുമ്പോൾ ടൊവി ആക്ച്വലി ഷേവ് ചെയ്തിട്ട് മീശ ഇത്രയില്ല എന്നാൽ പോലും കൽക്കിലുള്ള മീശേനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ, അതായത് അന്ന് മറ്റേ ലൂക്കൊക്കെ വേണ്ടിട്ട് താടിയൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് കൽക്കിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു മീശ വെച്ചിട്ട് ഈ മീശ മതിയോ, വരച്ച പോലത്തെ മീശ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഈ മീശ മതിയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അന്ന് അയച്ചത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞാൽ ഇത് മതി, ഇനി കുറച്ചും കൂടെ നമുക്ക് കൂട്ടിയാൽ മതി. അങ്ങനെ പോകെ എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ ടൊവിയുടെ പടം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനു വേണ്ടി ടൊവി താടിയും മീശയൊക്കെ വളർത്തി നമ്മൾ കഴിഞ്ഞ വർഷം ഞാനൊരു 6 മാസം ഒരു ബ്രേക്ക് എടുത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ ബ്രേക്ക് എടുത്ത് മനസ്സിലാവില്ല, കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഐഡന്റിറ്റി, എമ്പുരാൻ റിലീസ് ഉണ്ടായിരുന്നു, നരിവേട്ട റിലീസ് ഉണ്ടായിരുന്നു, മരണമാസം റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സമയത്ത് ഞാൻ ആക്ച്വലി ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ താടി വളർത്തി. ആ താടിയാണ് പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആ മീശ ഞാൻ സൂക്ഷിച്ചു വെച്ചു. താടി അഡ്ജസ്റ്റ് ചെയ്താലും മീശ അങ്ങനെ കാതെ വെച്ചു. അതാണ് ഞാൻ ഡിജോയുടെ അടുത്ത് ഇത് കേൾക്കുന്നതും നമ്മളൊരു ക്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു വീഡിയോ പ്രോഗ്രാമിലാണ് ഇങ്ങനൊരു സിനിമ. എനിക്കൊന്ന് സുരേഷേട്ടനുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ പള്ളിച്ചട്ടമ്പി 8 വർഷം ട്രാവൽ ചെയ്തിട്ട് ആ സിനിമ യാഥാർത്ഥ്യമാക്കുക എന്നുള്ള സമയത്ത് ടൊവിയെ സംബന്ധിച്ചുള്ള എന്താണ് അതിൻ്റെ ഒരു ഹൈ ഫാക്ടർ വരുന്നത്? 1950s 60s ആ കാലഘട്ടത്തിൽ നടക്കുന്നത്. അതിപ്പോൾ 2005-ലെടുത്താലും 2015-ലെടുത്താലും 2025-ലെടുത്താലും എനിക്ക് തോന്നുന്നു അതിൻ്റെ റെലവൻസിന് വലിയ മാറ്റം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് പറയുന്ന ആശയത്തിന് പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് നമ്മളൊരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് പല എതിരഭിപ്രായങ്ങളും പല വിയോജിപ്പുകളും പല വിഭാഗീയതകളും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം കൊണ്ടോ മതം കൊണ്ടോ പ്രായം കൊണ്ടോ ഒക്കെ നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഒരു ബിഗ്ഗർ ഒരു ശക്തി നമ്മളുടെ സമൂഹത്തിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ വിഭാഗീയതകളും മറന്ന് നമ്മൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ പ്രായഭേദമന്യേ നമ്മൾ ഒന്നിച്ച് നിന്നിട്ട് അതിനെ എതിർക്കുമല്ലോ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു പ്രളയമൊക്കെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നു ആലോചിച്ച് നോക്കും. ആ സമയത്ത് നമ്മുടെ എല്ലാ വിഭാഗീയതകളും വെള്ളത്തിലൊലിച്ചു പോയി. പ്രളയം എന്ന് പറയുന്ന നമുക്ക് ഒരു പ്രകൃതി ദുരന്തത്തിനെതിരെ നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ നിന്നത്. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഏറ്റവും എന്താ പറയുക ഇഴയടുപ്പമുള്ള ബന്ധമുള്ള മലയാളികളെ ഞാൻ കണ്ടത്. എനിക്കന്ന് ഭയങ്കര ഇത്ര സ്നേഹമുണ്ടോ ആൾക്കാരുടെ ഉള്ളിൽ അങ്ങോട്ടും ഇത് തിരിച്ച് മറ്റേലേക്ക് പോവോ എന്നൊരു പേടിയായിരുന്നു ആ സമയത്ത്. കാര്യം അത്രയും അടുപ്പവും സ്നേഹവും അതിനകത്ത് ഹേറ്റേ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അത്രയും സ്നേഹിക്കാനുള്ള അതങ്ങനെ പുറത്തുനിന്ന് വരുന്നതല്ലല്ലോ, ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ ആക്ച്വലി ഉള്ളതല്ലേ. അത് പുറത്തേക്ക് വന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ. അത് ഇനിയും അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും പുറത്ത് വരും. കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് ലൈഫൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വിഭാഗീയതകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കോർ. പ്രളയമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അതിൻ്റെ ഒരു ആശയത്തിൻ്റെ ഇതാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ മനുഷ്യത്വം ഈ പറയുന്ന മറ്റെല്ലാ വിഭാഗീയതകൾക്കും അപ്പുറമാണ്, മുകളിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആശയം. അതാണ് എന്നെ ഏറ്റവും കൂടുതലേക്ക് അടുപ്പിച്ചിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് സിനിമ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ആ എവല്യൂഷൻ അനുസരിച്ച് സ്ക്രിപ്റ്റിൽ ഇവർ മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. സിനിമേനെ കൺസീവ് ചെയ്തിരുന്നതും ഈ പറഞ്ഞ പോലെ അന്ന് നമുക്ക് ചെയ്യാമായിരുന്ന അതിൽ നിന്ന് മാറി ഇപ്പോൾ ഉള്ള പ്രേക്ഷകർക്ക് പല കാര്യങ്ങളും ഭയങ്കര അറ്റൻഷൻ സ്പാനിൽ വരെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ജനറേഷനിലെ ആൾക്കാരെ അവർക്ക്
ഇപ്പോൾ റീൽസൊക്കെ കണ്ടിട്ട് ഒരു 30 സെക്കൻഡിൻ്റെ കോണ്ടന്റ് വരെ നമ്മളിങ്ങനെ 28 സെക്കൻഡിലൊക്കെ സ്വൈപ്പ് ചെയ്ത് വിടും. 2 സെക്കൻഡ് കൂടെ കാണാനുള്ള ക്ഷമയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ആളുകൾക്ക് ഈ ആശയം നമുക്ക് പറയുകയും വേണം. എന്നാൽ ഫിലിം മേക്കിങ്ങിൽ ഡിജോ അങ്ങനത്തെ കുറച്ച് ഒരു ഫാസ്റ്റർ പേസിലാണ് സിനിമ പറഞ്ഞിട്ടുള്ളത്. പറയാൻ കുറേ കഥയുണ്ടെങ്കിലും നമ്മളത്ര ഒരു 2 മണിക്കൂർ 15 മിനിറ്റ് ഒക്കെയാണ് ഈ സിനിമ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു പൊതുവെ പീരീഡ് ഫിലിം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം 3 hours അല്ലെങ്കിൽ ഈ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ ദുരന്തം എന്നൊക്കെ പറയുമ്പോൾ ഒരു 3 hour അല്ലെങ്കിൽ അതിനോട് അടുത്ത സമയം അല്ലേ 2.5 മണിക്കൂർ മേളിൽ നമ്മൾ പെട്ടെന്ന്. പക്ഷേ ദുരന്തമൊക്കെ സ്റ്റിൽ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഈ ഇത്തരം സമയം ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ഫാസ്റ്റ്. അത് ഭയങ്കര നല്ല ലെങ്ത് ഡ്യൂറേഷൻ എപ്പോഴും ഒരു 2.5 മണിക്കൂർ കൂടുതൽ പെട്ടെന്ന് വരുന്നത്. അതെ, ആൾക്കാരുടെ സമയം ഒരുപാട് എടുക്കാതെ നമുക്ക് പറയാനുള്ള ആശയം പറയുകയും അവരെ എന്റർടൈൻ ചെയ്യിക്കുകയും എന്നുള്ളതാണ്. പിന്നെന്ന് വെച്ചാൽ ഞാനത് ഡിജോയ്ക്ക് അന്ന് ഡിജോനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഒന്നും നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയല്ല. എനിക്കിത് പറഞ്ഞ കഥ ഇമ്പ്രസീവ് ആയതുകൊണ്ട് തന്നെയാണ്. ആ കഥയും ആ ആശയം ഇമ്പ്രസീവായിട്ട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ റെലവൻസ് പോയിട്ടില്ലെങ്കിൽ അത് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു എത്തിക്സിൻ്റെയും മൊറാലിറ്റിയുടെയും ഭാഗമാണ്. ഞാനങ്ങനെ കുറേ സിനിമകൾ അതുപോലെ കാത്തിരുന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്നല്ലേ. അതെന്ന് വെച്ചാൽ അത് വാക്ക് കൊടുത്താൽ അത് മാറ്റാൻ പരമാവധി മാറ്റാതിരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എങ്കിലും ചില സിനിമകളൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടിയും വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പരമാവധി അങ്ങനെ നമ്മൾ ഒരിക്കൽ കമ്മിറ്റ് ചെയ്ത സ്ഥാനത്ത് നിന്ന് പുറകോട്ട് പോകാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ. അതൊന്നും എനിക്ക് അങ്ങനെ ദോഷവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ARM പോലുള്ള അതൊക്കെ ഈ പറഞ്ഞ 7-8 കൊല്ലം മുമ്പ് പറഞ്ഞ് അതിനുശേഷം അത്ര സമയം എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലത്തെ പല സിനിമകളും അതൊന്നും എനിക്ക് അതിനൊരു ദോഷമായിട്ട് വന്നിട്ടുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ എത്തിക്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടൂലേ. ഇപ്പോൾ ഒരു പീരിയഡ് ഡ്രാമ എന്ന് പറയുമ്പോൾ നിങ്ങൾ പക്ഷേ അതിനൊരു തിയേറ്ററിക്കൽ സ്വഭാവത്തിലേക്ക് ഒരു എൻ്റർടൈനർ പാക്കേജിലേക്കാണല്ലോ കൊണ്ടുവരുന്നത്. അതിൽ തന്നെ ഇപ്പം ഒരു ആക്ഷൻ കൊറിയോഗ്രഫി അല്ലെങ്കിൽ സ്റ്റൈലൈസ്ഡ് ആക്ഷനൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണെന്നാണ് നമുക്കതിൻ്റെ ട്രെയിലർ ടീസർ എന്നൊക്കെ ഒരുപാട് ആക്ഷൻ ഒന്നുമില്ല അതിനകത്ത്. പക്ഷെ ഉള്ളത് പരമാവധി വൃത്തിയായിട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ 2 ഫൈറ്റ് ഉണ്ടെങ്കിൽ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ട്രെയിലറിൽ കണ്ടാണെങ്കിലും മാക്സിമം അതേ പറഞ്ഞേ എല്ലാത്തിൻ്റെയും ഒരു ബേസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആക്ഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ആക്ഷൻ പ്ലേസ് ചെയ്താണ്. സോങ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, സോങ് ഡിമാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ലവ് നമ്മൾ സോങ് പ്ലേസ് ചെയ്യുന്നുണ്ട്. റൊമാൻസ് ഉണ്ട്, ഫാമിലി ഇമോഷൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കറക്റ്റ് അളവ് വെച്ചാൽ അതാണ് എനിക്ക് തോന്നുന്നു നേരത്തെ ടോയി പറഞ്ഞ ലെങ്ത്തിലോട്ടും കറക്റ്റ് അളവ് നമ്മളൊരു 2.25 മണിക്കൂർ താഴെ എല്ലാം മിക്സ് ചെയ്ത്. ഒരുപാടായാൽ അറിയാലോ ഇപ്പോഴത്തെ കാലം. എനിക്ക് തോന്നുന്നു അതും ഈ പറഞ്ഞൊരു വർഷത്തിൻ്റെ മാറ്റങ്ങളായിരിക്കും കേട്ടോ. ഓരോ വെള്ളിയാഴ്ച ഓരോ സിനിമ ഇറങ്ങുമ്പോൾ നമുക്കും നമ്മൾ ആ സിനിമ കാണുമ്പോൾ ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി എന്ന് നമ്മൾ പറയുന്നത് പറയാതിരിക്കാൻ വേണ്ടി നമ്മുടെ സിനിമയിലും നമ്മളത് കറക്റ്റായിട്ട് സ്ക്രിപ്റ്റിങ്ങിൽ നമ്മളത് വർക്ക് ചെയ്തിരും. പിന്നെ ഈ സോങ് ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും എല്ലാം പറയാനുള്ള മാധ്യമങ്ങളായിട്ട് തന്നെയാണ് ഉപയോഗിച്ചേക്കണം. അതിനകത്ത് നമ്മൾ ആദ്യത്തെ ഫൈറ്റ് എന്നൊക്കെ പറയുന്നത് അത് ആ നാടിൻ്റെയും ആ നാട്ടിലെ വരുന്ന ഇയാളുടെ ഒരു ഇൻട്രോ സ്വഭാവത്തിന്റെയും ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് സ്റ്റണ്ട്. വേറൊരു സാധനം എനിക്ക് തോന്നിയത് ഇപ്പോൾ ട്രെയിലറിന്റെ എലമെന്റ് വെച്ചിട്ടാണ് ഇതിന്റെ ഈ പറയുന്ന നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു തിയേറ്ററിക്കൽ ഡിസൈനുള്ള ഡയലോഗ് അങ്ങനെ ഒരു ഫയർ, അതായത് ഫയർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഗതികൾ സെറ്റ് ചെയ്ത്. അപ്പം ഡിജോയുടെ ഇപ്പം ജനഗണമനയൊക്കെ അങ്ങനെ തന്നെ കുറേ കാലം അത് മറ്റ് പല പർപ്പസിലും മറ്റ് പല റീലിലേക്കൊക്കെ കയറി വരുന്ന ഇപ്പോഴും സ്റ്റിൽ വരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു അതിൻ്റെ ഒരു റൈറ്റിംഗ് പാറ്റേണിൽ അങ്ങനെ ഒരു വേർഡ് പ്ലേ ഒക്കെ പോലെ ഭയങ്കര രസമായിട്ട് അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു നമ്മൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സുരേഷ് ചേട്ടനാണ്. സുരേഷ് ചേട്ടൻ അതിൽ ഇപ്പോൾ സുരേഷ് ചേട്ടൻ തുടക്കം തൊട്ട് എനിക്ക് തോന്നുന്നു 2018 വേർഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നു എത്രയോ വെർഷൻസ് ഓരോ തവണ ടൊവിനെ കാണാൻ ചെല്ലുമ്പോഴും പുതിയ പുതിയ മാറ്റങ്ങൾ. അപ്പോൾ ചിലത് എനിക്കും ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നതാണ്. അപ്പോൾ ഞാൻ സുരേഷ് ചേട്ടനെ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ സുരേഷ് ചേട്ടൻ ഡയലോഗ്സിൽ പോലും ചിലത് ഇപ്പോൾ എനിക്ക് വർക്കാവില്ല, ചിലതിപ്പോൾ ഞാൻ പറയും സുരേഷ് ചേട്ടൻ നമുക്ക് ഇങ്ങനെ പിടിച്ചാലും. അപ്പോൾ സുരേഷ് ചേട്ടൻ അതിന് കുറേ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ എനിക്കൊന്നും പുള്ളിയുടെ നോളജും ഈ പറഞ്ഞ ആ കാലഘട്ടം അതുമല്ല ഇന്നങ്ങനെ പറയോ എന്ന് ചോദിക്കാം. പക്ഷേ നമ്മൾ ഇത് ഭയങ്കര പല ഡയലോഗുകളും പറയുന്നതിന് മുമ്പ് ഞാൻ അപ്പം തന്നെ സുരേഷ് ചേട്ടനെ ഞാൻ വിളിക്കും. ഇപ്പോൾ സുരേഷ് ചേട്ടൻ എഴുതുന്ന സ്വാഭാവികമായിട്ടും പിന്നെ സുരേഷ് ചേട്ടൻ അതിൻ്റെതായ ഇതുണ്ട്, ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, റിസർച്ച് ഉണ്ട്. പുള്ളി അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് ഈ പറഞ്ഞൊരു ക്യാരക്ടറും ആ കഥാപാത്രവും പ്രിമൈസൊക്കെ ഡിസൈൻ ചെയ്തത്. ഈ ഡിജോയുടെ ഇതിനു മുമ്പുള്ള സിനിമ മലയാളി ഫ്രം ഇന്ത്യ അടക്കമുള്ള സിനിമ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ കുറച്ചുകൂടി ഒരു സിറ്റുവേഷൻ ഡ്രിവൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡ്രാമയായിട്ടാണ്. ഇതിൽ ഒരേ സമയം പെർഫോമൻസ് ഡ്രിവൺ ആണ്, ആ പീരിയഡ് അതുപോലെ ആവണം, എന്നാലൊരു ഹിസ്റ്റോറിക്കൽ ഫാക്ടർ എന്ന് ഒരുപാട് മാറി കംപ്ലീറ്റ്ലി ഒരു ഫിക്ഷണലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഗതിയുണ്ട്. എന്നാൽ ഇത് നമ്മളിപ്പോൾ 2026 തിയേറ്ററിലേക്ക് വർക്കാവുന്ന ഫോർമാറ്റ് വിട്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള സംഗതിയാണല്ലോ അത്. എന്തായിരുന്നു ശരിക്കും ഇപ്പം ഇപ്പോൾ ഒറ്റ കാര്യം അതൊന്ന് ചോദിക്കും ഞാൻ എൻ്റെ കൂടെ ചോദിക്കും. ഇപ്പം ടൊവിയെ പോലത്തെ ഒരു ആക്ടർ വരുമ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്തൊരു ക്യാരക്ടർ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാം ഉണ്ടാവും.
പക്ഷേ ഇതിലങ്ങനെ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞൊരു ആക്ടറിന് വിട്ടുകൊടുക്കാനും പറ്റില്ല. ഇപ്പം നിങ്ങളുടെ കംപ്ലീറ്റ് ഡയറക്ടർ ഓർഡർ റിട്ടേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് അതിന് കിട്ടുകയും വേണമല്ലോ. നമ്മൾ ലാസ്റ്റ് ഫേസ് ഷൂട്ട് തുടങ്ങുന്നത് മുന്നേ വരെ ഭയങ്കരമായിട്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മളെല്ലാ രീതിയിലും അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ടാവില്ല അവരുടെ ഫിലിമോഗ്രഫിയിൽ ഒരു പീരിയഡ് സിനിമ ചെയ്യണം. നമ്മളൊക്കെ പണ്ട് തൊട്ടേ പീരിയഡ് സിനിമകളോട് ഭയങ്കരമായിട്ട് എന്നാൽ നമ്മുടെ സിനിമ ഒരു പീരിയഡ് സിനിമയാണോ, അങ്ങനെ ആവാനും പാടില്ല. ഇപ്പം നേരത്തെ പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ 2026 റീൽ ട്രെൻഡിൽ നിൽക്കല്ലേ. എന്നാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് കാണുമ്പോൾ അവർക്ക് ആ ഒരു വൈബും കിട്ടണം. അപ്പം നമ്മൾ പ്രത്യേകിച്ച് നോക്കിയാൽ അതിൻ്റെ കളേഴ്സ് പോലും, നമ്മുടെ പടത്തിൻ്റെ ഒരു കളേഴ്സ് പോലും നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഒരു ഒത്തൻറ്റിക് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ ഒരു പൊടിക്ക് കമേഴ്ഷ്യലൈസ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ് കറക്റ്റ് ഈ പറഞ്ഞൊരു ലുക്സിലും വേണമായിരുന്നു, കോസ്റ്റ്യൂംസിലും വേണമായിരുന്നു, മേക്കപ്പിലും വേണമായിരുന്നു, പെർഫോമൻസിലും വേണമായിരുന്നു. ഒരു പൊട്ടിക്ക് അങ്ങോട്ടും പോകാൻ പാടില്ല, ഒരു പൊടിക്ക് ഇങ്ങോട്ടും പോകണം. നമ്മൾ ആ മീറ്ററിങ് മാക്സിമം നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി എനിക്ക് തോന്നുന്നു റൈറ്റിംഗ് തൊട്ട് നമ്മൾ ഈ സെറ്റ് ഡിസൈൻ തൊട്ട് എല്ലാത്തിലും ഈ നമ്മളൊരു ഏകദേശം ഒരു 20 ഏക്കർ സ്ഥലത്ത് നമ്മൾ തൊടുപുഴയിൽ ഇത് കണ്ടുപിടിച്ച്, പിന്നെ ആ സെറ്റ് റിക്വയർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പം നമുക്ക് വള്ളങ്ങൾ പോകണം, വെള്ളം വേണം, ഇതിൻ്റെ ഹാഫ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ കഥയുമായിട്ട് ബേസ്ഡ് ആണ്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത ലൊക്കേഷൻ കിട്ടാൻ നമ്മൾ വയനാട് തൊട്ട് കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഇതിങ്ങനെ കണ്ടുപിടിച്ചത്. അതെനിക്കൊന്നും സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി എന്താണ് ചെറിയ ഫിലിം സിറ്റി ആക്കി മാറ്റിയത് അത് മൊത്തത്തിൽ. അപ്പോൾ അത് ആവശ്യപ്പെടുന്നതാണ് സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് ദിലീപ് നാഥ് ആയിരുന്നു ആർട്ട് ഫുൾ ഡിസൈൻ ചെയ്തത്. പുള്ളിയുമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് വരച്ച് ഡിസൈൻ ചെയ്ത് പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് മോൾഡ് ചെയ്യുക, പല പല പ്രോസസ്സ് ഉണ്ടല്ലോ. ഇതെല്ലാം ചെയ്ത് ഫൈനലി ഇത് കാണുമ്പോഴാണ് നമുക്കും മനസ്സിലാണ് ഇത് ഓക്കെ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ മാക്സിമം ഈ സെറ്റ് അടിക്കാതിരിക്കുക എന്നുള്ളൊരു പേർപ്പസ് ഉണ്ടല്ലോ നമുക്ക്. ആ നാട് അത് നമുക്ക് ശരിക്കും ഗുണമായിട്ട് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ പള്ളിയെല്ലാം കഴിഞ്ഞു. അപ്പം തന്നെ പലരും വന്ന് പള്ളിയിൽ കയറി വന്ന് പ്രാർത്ഥിക്കുക, അമ്മച്ചിയൊക്കെ കരഞ്ഞു. പള്ളിക്ക് അകത്തും നമുക്ക് സീനുകളുണ്ട്, അവിടെ ഇന്റീരിയറും നമുക്ക് സെറ്റ് വന്നു ഫുൾ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ട്രെയിലറും ഇതൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നമ്മളെ മൊത്തത്തിലുള്ള വേൾഡ് നമ്മൾ ബിൽഡ് ചെയ്യും. എനിക്ക് തോന്നുന്നു പാട്ടിലൊക്കെ നമ്മൾ ഏറെക്കുറെ ഇന്റീരിയർ ഉണ്ടായിരുന്നു, പാട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വരുന്നതും ഒക്കെ പള്ളിയുടെ ഇന്റീരിയേഴ്സ്. അപ്പൊ ഇതേപോലെ പലരും വന്ന് നല്ല രസമായിരുന്നു. അതായത് ആ ഒരു വേൾഡിൽ എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഓരോ കടയിലും ഓരോ ആർട്ടിസ്റ്റുകളെ വെക്കുമല്ലോ. അതായത് ചില സ്വർഗ്ഗപ്പെട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ പതുക്കെ ഇവര് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇവരൊക്കെ ആ കടയിൽ പോയിരിക്കുക, അവരുടെ റുട്ടീനിലേക്ക് വരും. അതൊക്കെ നമ്മളെക്കാട്ടും കൂടുതൽ ADs ഒക്കെയാ പറയാം. അവർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കണക്ഷൻ. അതായത് അവർ വന്നിട്ട് തുറന്ന് പപ്പടവും ഇതൊക്കെ വെച്ച് അവരിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. അപ്പൊ ഇവരൊക്കെ നമ്മുടെ സിനിമയിൽ, അതേ പറഞ്ഞ ഗ്രൂപ്പ് ആർട്ടിസ്റ്റുകൾ തൊട്ട് ആ സിനിമയിൽ വർക്ക് ചെയ്തവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ആ നാടിൻ്റെ ഒരു ഭാഗമായിട്ട് ഈവൻ നാട്ടുകാർ പോലും കേട്ടോ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് വരാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഒരു 4-5 മാസത്തെ പണി ഉണ്ടായിരുന്നു അവിടെ തന്നെ ഗ്രൗണ്ട് ലെവൽ. എനിക്ക് തോന്നുന്നു അന്നേരത്തേക്കും ടോവിയുടെ അല്ലെ നമ്മുടെ ആ സിനിമയിൽ നിന്ന് ടോവി തിരിച്ച് വന്ന് നമ്മളുടെ ലുക്കിലേക്ക് മുന്നേ അപ്പോഴത്തേക്കും നമ്മൾ ഒരുവിധം വേർഷൻ സെറ്റ് ആയിട്ടാണ് റെഡി ആയിട്ട് നിന്നത്. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ബിജോയ്ക്ക് ഇതിൻ്റെ എനിക്കാണെങ്കിലും ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ സംവിധായകനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ മനസ്സിലുള്ള ഒരു കഥാപാത്രമായിട്ട് മാക്സിമം സംവിധായകനും എഴുത്തുകാരനായിട്ട് സംസാരിച്ചിട്ട് ആ കഥാപാത്രമായിട്ട് മാക്സിമം അങ്ങോട്ട് മാറുക എന്നുള്ളതാണ് എനിക്കും ആസ് എൻ ആക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു രീതിയിൽ ഇതിനെ കൊണ്ടുവരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ സ്ക്രിപ്റ്റും വായിച്ച് ഇരുന്നു 2 ദിവസം നമ്മൾ സ്ക്രിപ്റ്റ്, അത് എനിക്കാണെങ്കിലും സ്ക്രിപ്റ്റ് ഉറക്കെ വായിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഞാനും ഡിജോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സ്ക്രിപ്റ്റ് ഒക്കെ ഉറക്കെ വായിച്ചു. എനിക്കതൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ഇരുന്ന് അത് ഓരോരുത്തരുടെ ലെവൽ ഓഫ് ഇൻവോൾവ്മെന്റ്. അപ്പൊ ടോവി പറഞ്ഞാൽ നമുക്ക് ഇരിക്കണ്ടേ, ഞാൻ ഇരിക്കാം. യൂഷ്വലി എന്താ നമ്മളൊന്ന് വായിക്കുന്നു, ചിലപ്പോൾ ഗ്രൂപ്പ്. കാര്യം എൻ്റെ ഓൾറെഡി ആ സെഷൻ കഴിഞ്ഞു, ഞങ്ങൾ ടെക്നിക്കൽ ടീമായിട്ട് ഫുൾ സ്ക്രിപ്റ്റ് നറേഷൻ കഴിഞ്ഞു, എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുക. പക്ഷെ പിന്നീട് ടോവി ഞാനും കൂടെ ഉള്ള സെഷൻ അതെനിക്കൊന്ന് 2-3 ദിവസം നമ്മൾ ഒന്നുമില്ല വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ചില ഡയലോഗുകൾ ഇത് എങ്ങനെ പറയാം, ഇങ്ങനെ പറയട്ടെ, അങ്ങനെ പറയട്ടെ. പിന്നെ ചെറിയ ചേഷ്ടകൾ നമ്മൾ ആഡ് ചെയ്യും. അതിപ്പോൾ ഞാനും ടോവിയുടെ പറയുമ്പോൾ ടോവി നമുക്ക് ഇങ്ങനെ പിടിച്ചാലോ, അപ്പോൾ ഞാനും എന്തെങ്കിലും ഒരു ഐഡിയ പറയും. അങ്ങനെ ആ ക്യാരക്ടറിന്റെ ഒരു ടോട്ടാലിറ്റിയിലേക്ക് എനിക്കൊന്ന് പ്രീലേ നമ്മളത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് മുന്നത്തെ ഇപ്പോൾ ജനഗണമനയാണെങ്കിലും അല്ലെങ്കിൽ മലയാളി ആണെങ്കിലും എല്ലാത്തിനും നമ്മളുടെ ഈ കാലഘട്ടം ഉള്ളതുകൊണ്ട് ഏറെക്കുറെ നമ്മളൊരു സേഫ്റ്റി സോണാണ്. പക്ഷെ ഇതൊരു ഈ പറഞ്ഞൊരു അൺസർട്ടൺ അല്ലെങ്കിൽ ആൾക്കാർക്ക് തോന്നിക്കേണ്ട പ്രത്യേകിച്ച് ഡയലോഗുകളൊക്കെ ചിലപ്പോൾ കേൾക്കുമ്പോൾ ക്രിഞ്ച് അല്ലെങ്കിൽ ക്ലീഷേ എന്നൊക്കെ പറയാൻ ഭയങ്കരമായ സാധ്യത ഉണ്ട്, പ്രത്യേകിച്ച് പീരീഡ് അല്ലേ. പിന്നെ അന്ന് പീരീഡിൽ എങ്ങനെയല്ലേ പറയൂ, അങ്ങനെയുണ്ട് കുറച്ചുകൂടെ ഡ്രാമാറ്റിക് ഭയങ്കര വ്യത്യാസമുണ്ട് ഇന്നത്തെ എല്ലാം. അപ്പൊ അത് കറക്റ്റ് മീറ്റർ പിടിക്കണം. ഇപ്പൊ ഞാനും സുരേഷനോട് തമ്മിൽ ഈ ഒരു ഫൈറ്റ് വരും. സുരേഷേട്ട് ഇങ്ങനെ കാര്യം പറയൂ സുരേഷേട്ടാ, അപ്പൊ നമ്മൾ ആർട്ടിസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ പറയൂ,
പക്ഷെ ഞാൻ പിന്നെ സുരേഷ് ചേട്ടനും എന്നെ കൺവിൻസ് ചെയ്യുമ്പോൾ ഞാനും എന്നിട്ട് നമ്മൾ അതിനെ മാറ്റി വേറെ രീതിയിലേക്ക് അതേപോലെ സ്ക്രീൻ പ്ലേയിൽ ട്രീറ്റ് ചെയ്യുക, പേസിങ്ങിൽ കുറച്ച് മാറ്റം വരുത്തുക, അതിലൊക്കെ വന്നതാണ് ഈ 2.25 മണിക്കൂർ എന്ന് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ടോവിയുടെ ഒരു ഇത് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ചിലപ്പോൾ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്കിൽ ലേൺ ചെയ്യേണ്ടി വരും പലപ്പോഴും. പക്ഷേ ടോവിക്ക് ഭയങ്കര അത് ബ്ലെസ്സിങ് ആണോ എഫേർട്ടിന് വർക്ക് ഓരോ സിനിമ ഇപ്പം ഇതിൽ ഈ പറഞ്ഞ ഒരു മല്ലൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കുള്ള എക്സിസ്റ്റിംഗ് സ്കില്ല് പോരാതെ വരും. ഇപ്പം ഈ മിന്നൽ മുരളിയുടെ ആണെങ്കിൽ അങ്ങനെ ഓരോ ഇപ്പം പല സിനിമയിലും അത് ലേൺ ചെയ്യുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇത് അയാൾക്ക് എത്രയോ കാലമായിട്ട് അറിയാം എന്നുള്ള കൺവിൻസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അത് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയ ഈ സെഗ്മെന്റിൽ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനെ കുറിച്ച് അത് സമയം വേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് നേരത്തെ ചോദിക്കും എന്തെങ്കിലും. അത് ഭയങ്കര എനിക്ക് അല്ലാതെ അവിടെ വന്നിട്ട് നമ്മളിത് ചെയ്ത് നമുക്ക് CG ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയണത് അത് ശരിയല്ലല്ലോ. നമുക്ക് സമയം ഉണ്ടെങ്കിൽ എന്തും പഠിക്കാം. സമയമില്ലാതെ നാളെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റുന്നു. അല്ല അതിപ്പോൾ ടോവിയുടെ അടുത്ത് ഇപ്പോൾ ഞാനായാലും ചെറുതിപ്പോൾ ഞാൻ ഇത് സിമ്പിളല്ലേ ടോവിനെ സംബന്ധിച്ചുള്ള ഇതിങ്ങനെ ചകപുകറ്റു. ഞാൻ അങ്ങനെ ചിന്തിക്കും ചില സാധനങ്ങൾ. ഇപ്പോൾ ചെറിയൊരു സീനിൽ വടി കൊണ്ട് ഇറക്കാം അപ്പോഴേക്കും ടോവി എടുത്തിട്ട് ടോവി ഇവിടെ നിന്ന് ഇങ്ങനെ അല്ല ഇത് പറഞ്ഞില്ലല്ലോ. അപ്പോഴാണ് ടോവി അതും ഒരു ശരിയല്ലേ കറക്കാന്ന് പറഞ്ഞാൽ വടി എങ്ങനെ വേണം കറക്കാലും. അത് എങ്ങനെ കറക്കണം. കളരി ആണെങ്കിൽ തന്നെ കളരി പലരും ചെയ്യുമ്പോൾ പല പോലെ ഇരിക്കും. കഥാപാത്രത്തിന്റെ അനുസരിച്ചിട്ട് മാറൂല, അയാളുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ചിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുമല്ലോ. ഇപ്പോൾ ഡൊമിനിക്ക് മറ്റേ ഈ അരുൺ ഡൊമിനിക്ക് എൻ്റെ അടുത്ത് മറ്റേ കോയിൻ്റെ സ്റ്റെപ്പറൻസിനൊക്കെ ഇത്രയും സ്കില്ലൊക്കെ പഠിക്കാൻ പറഞ്ഞത് ഭയങ്കര മോശം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെങ്ങനെ ഇത് പഠിക്കണേ എന്ന് വെച്ചപ്പോൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അപ്പോൾ അന്ന് മറ്റേ നരിവായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് ആദ്യമൊക്കെ അത് ചോദിച്ചു ഞാൻ ഇവിടെ ഇത് നമുക്ക് വല്ല CG ചെയ്താലും ഇത് എന്നെ കൊണ്ട് പറ്റില്ല, നീ ശ്രമിക്കുക, ആ സമയമാകുമ്പോഴത്തേക്കും പറ്റിയില്ലെങ്കിൽ നമുക്ക് CG വേണമെങ്കിൽ CG ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി. ഒരാഴ്ച 2 ആഴ്ച കൊണ്ടൊക്കെ പിന്നെ നമ്മുടെ മസിൽ മെമ്മറി വരും. അതെ ഞാനത് ചോദിക്കാം. കാരണം ഞാനത്തെ ഈ ഗോതയുടെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പറയുന്ന പോലെ ഇപ്പൊ പല സമയത്ത് പഠിക്കണ്ടല്ലോ. ഇപ്പൊ നമ്മൾ അറിയാലോ, ഇപ്പൊ ഒരു കലാമണ്ഡലത്തിൽ പോയിട്ട് ആളുകൾ ക്ലാസിക് ഡാൻസ് പഠിക്കുന്നുണ്ട്, സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് ഇൻസ്റ്റന്റ് ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ പല ഈ പറയുന്ന നമുക്ക് എല്ലാവരും സ്കില്ലും ക്യാപ്സൂളിൽ കിട്ടുവാണെങ്കിൽ അത് പിന്നെ എവിടെയെങ്കിലും വീണ്ടും ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. വീണ്ടും ഉപയോഗിക്കാം, ജീവിതത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണത്. ഞാനത് നമ്മൾ എമ്പുരാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ലാലേട്ടനായിട്ട് എനിക്ക് അന്ന് സംസാരിക്കാനായിട്ട് കുറേ സമയം കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ചേട്ടാ ഞാനിങ്ങനെ വർക്കൗട്ടും അതുപോലെ ഇങ്ങനത്തെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ മാർഷൽ ആർട്സിൻ്റെയൊക്കെ ഒരു ബേസിക്സ് പരമാവധി എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വർക്കൗട്ട് വെയിറ്റ് ട്രെയിനിങ് മാത്രമല്ലാതെ നമ്മളൊരു 1.5 മണിക്കൂർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു അരമണിക്കൂറെങ്കിലും പറ്റിയാൽ 1 മണിക്കൂർ മാർഷൽ ആർട്സ് ട്രെയിനിങ്ങും ബാക്കി സമയം വെയിറ്റ് ട്രെയിനിങ്ങുമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ നോക്കുകയാണ്. അത് നമുക്ക് സിനിമയ്ക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞാൽ സിനിമയ്ക്ക് ഉപകാരപ്പെടുന്നുള്ളത് മാത്രമല്ല ഇഞ്ചുറീസ് ഭയങ്കരമായിട്ട് കുറയും. അതായത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് കുറച്ച് കളരിയും കുസ്തിയൊക്കെ അറിയാവുന്ന ആളായിരുന്നു. എന്നിട്ടെന്ന് വെച്ചാൽ പണ്ട് നമ്മളുടെ ഇന്നത്തെ പോലെ ഹാർനസും ഒന്നുമില്ല. അപ്പോൾ ഒരു കൈലിമുണ്ടും 2 തോർത്തുമുണ്ടും വെച്ചിട്ടാണ് ഈ ഹാർനസ് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് ഭയങ്കര അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഹാർനസ് ഇല്ല. അപ്പോൾ അന്ന് അവർക്കൊക്കെ എന്തോരം ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടെന്ന് അറിയാമോ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറീസ് കുറയും. നമ്മൾ ഒരു സ്ഥലത്ത് ചാടി വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ആ ലാൻഡിങ് കറക്റ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ട്രെസ് വന്നാൽ എവിടെയെങ്കിലും ഒരു സ്ട്രെയിൻ വന്നാൽ അതൊരു ഇഞ്ചുറിയാണ്. അത് പിന്നെയുള്ള ഷൂട്ടിനെ കൂടെ ബാധിക്കും. വീഴാൻ പഠിച്ചതിന് ശേഷമേ ചാടാൻ പഠിക്കാൻ പാടുള്ളൂ എന്ന് പറയും. ലാൻഡിങ് ആണ് ആദ്യം പഠിക്കേണ്ടത്, ചാട്ടമല്ല. ചാടി എയറിലേക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്താലും വിചാരിക്കില്ല. നമ്മൾ ഇങ്ങനെയാണ് ലാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ധാരണ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ റിഫ്ലക്സസ് നന്നാവും. ഇങ്ങനത്തെ സ്കില്ലുകൾ പഠിക്കുന്നത് ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടി പഠിക്കുന്നതാണെങ്കിലും ഇത് ലൈഫ് സ്കില്ലും കൂടെയാണല്ലോ. അതെനിക്ക് തോന്നുന്നു അതൊരു ഭാഗ്യമാണ്, ജീവിതത്തിൽ ഉപകാരപ്പെടുന്നുണ്ട്. സിനിമയിലാണെങ്കിലും ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും. പക്ഷേ ഈ ഞാൻ പറഞ്ഞ ഇപ്പം ചാത്തനോ ജെയ്സണോ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന സംഗതികൾ അതും ഞാൻ മെമ്മറിയിൽ നിൽക്കുമോ? നിങ്ങളൊരു അതായത് ടോവിക്ക് ഇപ്പം മിന്നൽ മുരളിയോ അല്ലെങ്കിൽ ഓക്കെയോ കാണേണ്ടി വരുമോ? ഇത് ഞാൻ ചെയ്താണല്ലോ, ഇതിപ്പോൾ എനിക്ക് കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് പഠിച്ചതൊന്നും അങ്ങനെ കുറച്ച് മസിൽ മെമ്മറി ഉണ്ടാവില്ല. പഠിച്ചതൊന്നും അങ്ങനെ മറന്നൊന്നും ഫുള്ളായിട്ട് മറന്നൊന്നും പോകില്ല. അങ്ങനെ പഠിച്ചത് മറന്നു പോയത് തല്ലുമാലയ്ക്ക് വേണ്ടി പഠിച്ച ഡാൻസ് അതല്ലാത്തൊന്നും അങ്ങനെ മറന്നു പോയില്ല. അതേ സ്റ്റെപ്പ് ആയതുകൊണ്ട് വേറെ തന്നെ ഒരു സ്റ്റെപ്പ് ആയതുകൊണ്ട് ലോക 2 എന്ന് പറയുന്ന ഇതിന്റെ ഒരു ഈ സ്കില്ലിന്റെ എലാബറേറ്റഡ് വേർഷൻ ആണല്ലോ വരുന്നത്. അതായത് നേരത്തെ അതൊരു ക്യാമിയോ എക്സ്റ്റൻഡഡ് ക്യാമിയോയിലാണെങ്കിൽ ത്രൂ ഔട്ട് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ടോവി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പം ചാത്തന് കൊടുത്തിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ തന്നെ അയാൾക്ക് മേലുള്ള ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ശരിക്കും അങ്ങനെ വരുന്ന സമയത്ത് എനിക്കൊന്നൊരു ഇനി വരുന്ന ഫ്രാഞ്ചൈസ് പൊട്ടൻഷ്യൽ ഏറ്റവും മോസ്റ്റ് വെയിറ്റിംഗ് ഒന്നാണല്ലോ ഇനി വരാനിരിക്കുന്ന സിനിമ. എന്താണ് ഞാൻ എന്നെ തന്നെ കൊണ്ടുപോയി സമർപ്പിക്കും.
ഞാൻ എന്തും ചെയ്തോളാം, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി എന്ന്. അത് പറയാനായിട്ട് എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു ഡയറക്ടറുടെ അടുത്താണല്ലോ ഞാൻ അത് പറയുന്നത്. ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയണതാണ് അരുൺ ടോമിക്ക്. ഞാൻ ലോകം ചെയ്യാൻ തന്നെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് ഭയങ്കര രസമുണ്ട്. അത് എൻ്റെ പോർഷൻസ് വായിച്ചപ്പോൾ ഭയങ്കര രസമുണ്ട്. ഇതിൽ പക്ഷെ ഞാൻ എങ്ങനെ ഇത് ചെയ്യണമെന്ന് എനിക്കൊരു ധാരണയും കിട്ടിയില്ല. പെട്ടെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കും ചാത്തൻ്റെ ചിരി എന്തായിരിക്കും എന്ന് പോലും എനിക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അപ്പം തന്നെ എനിക്ക് പേടിയാണ്, എനിക്ക് അഭിനയം മറന്നു എന്നൊന്നും എനിക്കൊരു പിടിയില്ല. നീ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന്, ഞാൻ ആ പാനിക്കായിട്ട് മെസ്സേജ് അയച്ചപ്പോൾ എടാ നീ ടെൻഷൻ അടിക്കില്ലേ, നീ വാ നമുക്ക് റെഡിയാക്കാം, ഞാൻ വരും സമർപ്പിക്കും, ബാക്കിയൊക്കെ നിൻ്റെ കയ്യിലാണ്, നമുക്ക് ചെയ്യാം, ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം. അതായത് ഞാനങ്ങനെ എല്ലാം പഠിച്ച് തികഞ്ഞിട്ട് വന്ന ആളല്ലല്ലോ. ഇത് മനോധർമ്മമാണല്ലോ നമ്മൾ ഭൂരിഭാഗം സമയത്ത് ഉപയോഗിക്കുന്നത്. ആ മനോധർമ്മം കൊണ്ട് മാത്രം ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ ഒറ്റ മനോധർമ്മം വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ക്യാരക്ടേഴ്സും ഒരുപോലെ ഇരിക്കുമല്ലോ. അത് വരാതിരിക്കാനാണ് ഞാൻ ഇത്രയും ഡയറക്ടേഴ്സായിട്ടും റൈറ്റേഴ്സായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്കപ്പോൾ അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ നന്നായിട്ട് തന്നെ ഉപയോഗിക്കും എന്ന് ഉറപ്പുണ്ടല്ലോ. പിന്നെ ഇതിൽ പല ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടി വന്നാൽ അതിന് നല്ല പണിയുണ്ടാവും. അത് ഞാൻ ഇങ്ങനെ എഴുതി നോട്ട്സൊക്കെ എടുത്ത് ഇന്ന ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളാണ്. എളുപ്പപ്പണിയല്ലല്ലോ നമ്മളിത് ചെയ്യാൻ. ഞാൻ ടോവി അന്ന് തന്നെ പറഞ്ഞു, എനിക്കേറ്റവും ടോവി ഇതുവരെ ചെയ്തതിൽ എനിക്കേറ്റവും പേഴ്സണലി ഇഷ്ടമുള്ള ക്യാരക്ടർ ഭയങ്കര ലോകയിലെ ക്യാരക്ടർ അങ്ങനെ ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ളതാണ്. അത് ഒരു തിൻ ലൈനാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ എന്ന് പറയുന്ന സംഗതി ഇല്ല. എന്നാൽ ഓവർ ദ ടോപ്പിലല്ല. ആ ക്യാരക്ടറിന് അത്രയും എന്താ യുണീക്കാണ് എന്നുള്ള രീതിയിൽ അത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലത്തെ കുറേ എണ്ണം വന്നാൽ എങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ ഓഡിയൻസിന്റെ അക്സെപ്റ്റൻസിൽ വരുമല്ലോ. ഇപ്പം ജെയ്സൺ അത് കഴിഞ്ഞിട്ടെങ്കിൽ ടോവിയെ കാണുന്ന സമയത്ത് പിന്നെ ഒരു 5 പടം ചെയ്തപ്പോഴും മിന്നൽ മുരളിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടായിരിക്കും അവസാനത്തെ റിലീസിലേക്ക് വരുന്നത്. അത് പേഴ്സണലി എവിടെയെങ്കിലും അങ്ങനെ വരുന്നൊരു മൈൽ സ്റ്റോൺ ആയി മാറിയ, ഇപ്പം മാത്തനെ പോലെയോ അങ്ങനെ വരുന്ന മൾട്ടിപ്പിൾ ക്യാരക്ടർ വരുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുക, അതല്ലാതെ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി വരുമോ? കാരണം വെച്ചാൽ എപ്പോഴും പകുതി തിയേറ്ററിലാണെങ്കിലും പകുതി സമയം ഈ പബ്ലിക് ഇൻട്രാക്ഷൻ എവിടെയെങ്കിലും യാത്രയിലൊക്കെ ആളുകൾ മുന്നിലെത്തുന്ന സംഗതി ഉണ്ടാവുമല്ലോ. അല്ല, അതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. മെജോറിറ്റി ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സാണ് ഈ പറഞ്ഞ ജെയ്സൺ, അല്ലെങ്കിൽ നമ്മുടെ മാത്തൻ എന്നൊക്കെ പറയുന്നത് ഒരു പ്രണയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രണയം നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര പേഴ്സണലി. ഇന്ന് നിന്റെ മുഖത്തിലെ അപ്പുവേട്ടൻ, തേജസ് വർക്കി, ഗപ്പിയിലെ, അപ്പോൾ ഇതെല്ലാം ഇമോഷണലി എവിടെയെങ്കിലും അവർക്ക് റിലേറ്റബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഇവർ അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടുണ്ടോ അതൊക്കെ കാരണം കൊണ്ടാണ് അവർക്കത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഞാനായിട്ട് മനഃപൂർവ്വം ബ്രേക്ക് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് വരുന്ന സിനിമകളിൽ തന്നെ പലതരം ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. മൈൽ സ്റ്റോൺ ആവില്ല എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പ്രേക്ഷകർ കണ്ടതിന് ശേഷം അങ്ങനെ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഡിയർ ഫ്രണ്ടിലെ ക്യാരക്ടർ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ എനിക്കറിയാം. അങ്ങനത്തെ ആൾക്കാരെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. ആ സിനിമയാണെങ്കിലും അത് തിയേറ്ററിൽ അങ്ങനെ ഭയങ്കര ഹിറ്റുമായിട്ടുള്ള സിനിമയല്ല. പക്ഷെ ഇപ്പം അതിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റ് വന്ന് അതിൻ്റെ താഴത്ത് കാണാം, അണ്ടർ റേറ്റഡ് ജെം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നെറ്റ്ഫ്ലിക്സിൽ ഇത് വന്ന സമയത്ത് ഒരു 1 വീക്ക് ഇത് തന്നെ എല്ലാ ദിവസവും ആളുകൾ പേഴ്സണൽ ലെറ്റർ പോലെ. ശരിക്കും ഒരു സിനിമയ്ക്ക് അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആ സിനിമയ്ക്കും അതിൻ്റെ കഥാപാത്രത്തിനും അത് അർഹിക്കുന്ന ഒരു അംഗീകാരം. ചിലപ്പോൾ ഒരുപാട് നമ്മുടെ കാലശേഷമൊക്കെ ചിലപ്പോൾ അന്ന് ഇയാളിങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ, അതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ ഞാൻ ഈ മൈൽ സ്റ്റോൺ ആയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഒരു നഷ്ടബോധം അതിൽ ഞാൻ വിചാരിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും മൈൽ സ്റ്റോൺ ആകുമായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ അത് ബ്രേക്ക് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല. നമ്മൾ ഓരോ സിനിമനും ഓരോ കഥാപാത്രത്തിനും ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇത് മറ്റൊരു മനുഷ്യനാണ്. ലോകത്ത് ഇത്രയും കോടി ജനങ്ങളുള്ളതിൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളും ഓരോ കഥാപാത്രവും വേറെ വേറെ മനുഷ്യന്മാരാണ്. ആ വേറെ വേറെ മനുഷ്യന്മാർക്ക് ഒരു സ്വഭാവം നമ്മളുടെ ഡയറക്ടറിൻ്റെ റൈറ്ററിൻ്റെ സഹായത്തോടെ രൂപപ്പെടുത്തിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ വ്യക്തിയാണ്. ആ വ്യക്തിയെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അത് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ആ കഥാപാത്രത്തിന് വേണ്ടത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് ടോവിയെ സംബന്ധിച്ച് ടോവി ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്യുന്നത് പടത്തിന് ചെറുതാണോ വലുതാണോ ഇന്ന ഡയറക്ടറാണോ ഫ്രഷറാണോ അല്ലെങ്കിൽ സീനിയറാണോ നോക്കാത്ത രീതിയിൽ ഈ ക്യാരക്ടർ ചോയ്സിലേക്കും ഇഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളൊരു സംഗതിയാണല്ലോ. എങ്ങനെയാണ് ഇപ്പൊ ഇതിലൊരു പ്ലാൻ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. മനസ്സമാധാനം. അതെന്ന് വെച്ചാൽ ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. എനിക്ക് സിനിമയിൽ ഒന്നും ആരും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല.
ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അഭിനയിക്കാറിയെന്ന് പോലും അറിയാത്ത സമയത്താണ് ഞാനിത് ആഗ്രഹിച്ചത്. ഞാനിവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ പ്ലാൻ ഇല്ലായ്മ തന്നെയാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്ലാൻ ഉണ്ടാക്കിയാൽ പ്ലാൻ പൊളിയും, പ്ലാൻ ഇല്ലാത്തവൻ്റെ പ്ലാൻ ഒരിക്കലും പൊളിയില്ലല്ലോ. അപ്പം വരുന്നതിന് ആ ഒരു ഫ്ലോയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു കഥ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്തുള്ള നായകൻ വേഷമായിരിക്കും എനിക്ക് ഓഫർ ചെയ്യണം, പക്ഷേ എനിക്കത് കൂടുതൽ ഇഷ്ടപ്പെട്ട വില്ലൻ വേഷമാണെങ്കിൽ അത് ചോദിക്കും. നായകൻ വേഷം എന്ന് വെച്ചാൽ പല നായകന്മാരും നമുക്ക് സിമിലറായിട്ട് തോന്നും. നല്ലവരായിട്ടുള്ള മനുഷ്യർ ആണല്ലോ നായകന്മാരാകുന്നത്. അങ്ങനെ നല്ലവനായിട്ടുള്ള മനുഷ്യന് മാത്രം, അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യല്ലേ. അപ്പോൾ അത്രയും നല്ലതല്ലാത്ത ആൾക്കാരെയും നമുക്ക് സ്ക്രീനിൽ അവതരിപ്പിക്കണം എന്ന് തോന്നും. ഞാൻ എൻ്റെ ഒരു ഓഫ് സ്ക്രീൻ പേഴ്സോണിനെ പറ്റിയിട്ട് ഞാൻ അത്രയും അത് വേറൊരാളാണ്. നിങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. ഓഫ് സ്ക്രീനും ഓൺ സ്ക്രീനും തമ്മിലൊരു ബന്ധമില്ല. എൻ്റെ ഓൺ സ്ക്രീനിൽ വരുന്ന നമ്മളിടുന്ന ഓരോ പേഴ്സോണാസ് അത് എങ്ങനെയുണ്ടായിരിക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് ആ സമയത്തുള്ള എൻ്റെ ഒരു വിവരവും വിവരക്കേടവും വെച്ച് നമ്മൾ ചിന്തിച്ച് ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ അടുത്ത ഇത്ര വർഷത്തിനുള്ളിൽ ഞാൻ ഇങ്ങനെയാവും, അത് കഴിഞ്ഞാൽ എന്നെ പോലെ ഒരു പോലീസ് കഥാപാത്രം, അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പീരിയഡ് പടം, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള, അത് മെനക്കെടാനുള്ള മനസ്സില്ലാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാനുള്ള. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്ലാനില്ലായ്മ എനിക്ക് വർക്കായി. അതുകൊണ്ട് തന്നെ അതന്നെ തുടർന്ന് പോവുക എന്നുള്ളതാണ് വിചാരിച്ചേക്കുന്നത്. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. തുടങ്ങിയതൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്നതാണ്. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. നേടാനായിട്ടാണെങ്കിൽ എനിക്ക് എൻ്റെ സ്വപ്നം ജീവിക്കുന്നു. ആ സ്വപ്നം എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ രൂപപ്പെടുത്താം എന്നുള്ളതാണ് എനിക്ക് നേടാനുള്ളൊരു കാര്യം. അത് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം ഞാൻ ചെയ്യുന്ന സിനിമകളിൽ ഇപ്പോൾ പള്ളിച്ചട്ടമ്പി മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ ഒരു സോളോ ലീഡ് ചെയ്യുന്ന സിനിമ. ബാക്കിയെല്ലാം എനിക്കിഷ്ടപ്പെട്ട പോലത്തെ കഥാപാത്രങ്ങൾ, എനിക്കിഷ്ടപ്പെട്ട പോലെ സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളതാണ്. അതിലെനിക്കൊരു അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ടോവി വരുന്നു എന്ന് പറയുന്ന സംഗതിയിൽ നിങ്ങൾ 2018 ആലോചിക്കുന്ന സമയത്തിന് ശേഷം ടോവി അന്ന് ആലോചിക്കുന്നത് അതുവരെയുള്ള കണ്ട ഫിലിമിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ ഈ ക്യാരക്ടറിന് മാച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പല പ്രധാനപ്പെട്ട റിലീസ് വരുന്നു. ഞാൻ പറഞ്ഞ ഈ പെർഫോമൻസിൽ തന്നെ ടോവി തന്നെ പലതരത്തിൽ ഒരു സെൽഫ് അപ്ഗ്രേഡിങ് പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ ഇതിനെ ഇംപ്രവൈസ് ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു പ്ലാൻ റൈറ്റിംഗ് പാർട്ടിലും ഡയറക്ടോറിയൽ പാർട്ടിലും വന്നിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ആക്ച്വലി ടോവിയുടെ എനിക്ക് തോന്നുന്നു ഞാനന്ന് ടോവിനന്ന് കാണുന്ന സമയത്ത് മിന്നൽ മുരളിയുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അവിടെ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഞാൻ ഈ 1 ലൈൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനും സുരേഷനും ടോവി എടുത്ത് പോകുന്നത്. അപ്പം അതിനുശേഷം ടോവിയുടെ ഓരോ ഗ്രോത്തും ഭയങ്കര ഗുണമായിരുന്നു. മിക്കവാറും എല്ലാ സിനിമയും കഴിയുമ്പോൾ എൻ്റെ എല്ലാ സിനിമ കഴിയുമ്പോൾ ഞങ്ങൾ സംസാരിക്കും. എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഡിയർ ഫ്രണ്ട് ഒക്കെ കണ്ടിട്ട് ഞാൻ ടോവിനെ വിളിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കും. എനിക്കെന്തോ, പക്ഷെ ഞാൻ OTT-ൽ കണ്ടത് തിയേറ്ററിൽ കാണാൻ പറ്റും. എനിക്കൊന്ന് ഷൂട്ടോ എന്തോ പരിപാടിയായിരുന്നു. അപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ ഞാൻ ടോവിനെ വിളിച്ച്, പിന്നെ ഈ പറഞ്ഞ പോലെ കള ചെയ്യുമ്പോൾ ടോവിക്ക് ഇഞ്ചുറി പറ്റും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ലിറ്ററലി കണക്റ്റഡ് ആണെങ്കിൽ പോലും ഇപ്പോൾ 2018 നിന്ന് ടോവിയുടെ ഓരോ സിനിമകൾ കാണുമ്പോൾ നമ്മൾ അതുപോലെ സന്തോഷിക്കുകയും അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൽ അപ്പോൾ ടോവി ഇങ്ങനൊരു ക്യാരക്ടർ കൂടി ഇങ്ങനൊരു എലിവേഷൻ നടത്തിയതുകൊണ്ട് കള കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഈ പാറ്റേണിൽ ഇങ്ങനെ കൂടി യൂസ് ചെയ്യാം, അങ്ങനെ ചിലപ്പം ഈ മെമ്മറി കൂടിയാണല്ലോ എനിക്ക് തോന്നുന്നു. അതിനെക്കാട്ടും തോന്നുന്നത് കളം ടോവിയുടെ സിനിമകളല്ലാതെ ജനറിക്കലി എല്ലാ സിനിമകളും നമ്മൾ എടുത്തിരുന്നു. അതായത് ഓരോ വെള്ളിയാഴ്ച ഇറങ്ങുന്ന സിനിമകളിൽ ചെറിയ ചെറിയ എസെൻസുകൾ നമ്മുടെ കഥയിൽ വരുമ്പോൾ അപ്പോൾ തന്നെ ഞാനും സുരേഷേട്ടനും കൂടെ, സുരേഷേട്ടാ എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് ചെറുതായിട്ട്, അപ്പോൾ ചിലപ്പോൾ ഞാൻ ജനങ്ങളുടെ ഷൂട്ടായിരിക്കാം, ചിലപ്പോൾ മലയാളി ഷൂട്ടായിരിക്കും, സ്റ്റിൽ ഞങ്ങൾ കോൺവെർസേഷനിൽ അയ്യോ സുരേഷേട്ടാ അത് വേണ്ട കേട്ടോ, കാര്യം അത് ഇന്നലെ നമ്മളുടെ ഇത് വന്നു. അപ്പം ഞാൻ ടോവിയുടെ പറഞ്ഞു, ടോവി ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്, ഇവിടുത്തെ പരിപാടി ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. പക്ഷേ ലിറ്ററലി ടോവിയുടെ ഒരു സിനിമയും ഈ പറഞ്ഞ പോലെ ടോവി എല്ലാ സിനിമയും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറെ കണ്ടായാലും മണിയനാണെങ്കിലും കളയിലെ ടോവി ആണെങ്കിലും എല്ലാം ഡിഫറെൻറ്റാണ്. അപ്പം എനിക്ക് ടോവിയുടെ ആ ചേഞ്ച് ഓവേഴ്സ് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ സന്തോഷിക്കുകയാണ്. കാര്യം എനിക്കെൻ്റെ ചട്ടമ്പീനെ ക്ലിയർ ആയിട്ട് കിട്ടുവാണല്ലോ. അപ്പം അതിനുവേണ്ടി ടോവി ഒരുങ്ങി, ഇപ്പം നേരത്തെ ചോദിച്ചില്ലേ ആ ഒരു ഇമേജിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഡെഫിനറ്റീവ് ആവുക ചെയ്തത്. എനിക്ക് ഉറപ്പായി, അതായത് മണിയന് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പറ്റും, അതിനു വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പള്ളിച്ചട്ടമ്പി ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ടോവിനെ കറക്റ്റ് കിട്ടും. തല പറ്റ വെട്ടിക്കുക അതൊന്നും അത്ര ഈസി അല്ലല്ലോ. കാര്യം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പടം കഴിഞ്ഞ് അടുത്ത പടം കണ്ടിന്യൂറ്റി ആണ്, എനിക്ക് ആ പടത്തിൻ്റെ ഇത്ര ബാലൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കോംപ്രമൈസ് ആയി പോകും. അത് ഞാൻ ഒരു സിനിമയുടെ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിലേക്ക് അതൊക്കെ ഭയങ്കര ഗുണകരമായിട്ടുള്ള. അപ്പം എനിക്കെന്താ വെച്ചാൽ അതാ ഞാൻ പറഞ്ഞു, ഇപ്പം കളയിൽ ഇത്രയും താടി വളർത്തി മണിയൻ വരെ, അപ്പം ഞാനും വന്നിട്ട് ടോവി മണിയൻ്റെ ഇത് എങ്ങനെയായിരുന്നു ഈ തലമുടി, കാര്യം ഇത് മൂന്നും കൂടെ ഒരുമിച്ചല്ലേ ഷൂട്ട് നടന്നത്. അപ്പം അതൊക്കെ എനിക്കും
ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ലിറ്ററലി ഓരോ സിനിമയ്ക്ക് വേണ്ടിയും ടോവി ഇങ്ങനെ മാറുന്ന കാണുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് സിനിമ ഓരോ വെള്ളിയാഴ്ച ഇറങ്ങുന്നത് നമ്മൾ സ്ക്രിപ്റ്റും മാറ്റും, റിവൈസ് ചെയ്യാണ്. അപ്പോൾ കറക്റ്റ് ബാലൻസിൽ വന്നേ. ടോവി നമ്മുടെ വള്ളിച്ചട്ടമ്മയുടെ ടൈം ആകുമ്പോൾ ഞാനും പ്രോപ്പർ സ്ക്രിപ്റ്റിൽ ലാൻഡ് ചെയ്യും, ടോവിയും കറക്റ്റ് ലാൻഡ് ചെയ്യും. അതൊരു ഭയങ്കര ഒരു കിട്ടുന്ന പോസിറ്റിവിറ്റിയാണ്. അതെനിക്ക് ഷൂട്ടിൻ്റെ മുന്നേ തന്നെ അത് ഉറപ്പായി. അപ്പോൾ പിന്നെ എനിക്ക് ആ സൈഡ് നോക്കണ്ട. അല്ലാതെ ഇപ്പോൾ ടോവിയുടെ ഓരോ സിനിമകൾ അനുസരിച്ചിട്ട് മാറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് കൂടുതൽ ഉറപ്പായി ടോവി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി പെർഫെക്റ്റ് ലാൻഡിങ് സംഭവിക്കുന്നു. ഒരു ആക്ടറുടെ ദിവസമോ മാസമോ വർഷമോ പൂർണ്ണമായിട്ട് അയാളുടെ കൺട്രോളിലല്ല. ടോവിയെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഫാമിലി വെക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്ത് ടോവിയുടെ ഒരു പേഴ്സണൽ സോളോ ട്രിപ്പ് ഉണ്ട്. അത് ചിലപ്പോൾ ട്രക്കിംഗ് ആയിരിക്കാം, പല തരത്തിൽ, അതായത് എന്തെങ്കിലും തരത്തിൽ പുതിയതായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഞാൻ പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ അത് ഇന്റേണലൈസ് ചെയ്തിട്ട് സിനിമയിലേക്ക് അത് ഏതെങ്കിലും തരത്തിലൊരു കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന സിനാരിയോ വരുന്നുണ്ടോ? ഇപ്പോൾ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ, കാരണം വെച്ചാൽ ഒരുപാട് സ്ട്രേഞ്ചേഴ്സിനെയാണല്ലോ നിങ്ങൾ കഥയായിട്ട് കേൾക്കുന്നത്, ക്യാരക്ടറായി ചെയ്യേണ്ടത്. ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത മനുഷ്യരെ വരെ ഏറ്റവും കൺവിൻസിംഗ് ആയിട്ട് 2.5 മണിക്കൂറിൽ ചിലപ്പോൾ അവതരിപ്പിക്കേണ്ടി വരുമല്ലോ. ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചത്, ബൈക്ക് ഓടിക്കാൻ പഠിച്ചത്, കുതിര ഓടിക്കാൻ പഠിച്ചത് തുടങ്ങി നീന്താൻ പഠിച്ചത്, ഇതൊക്കെ ചെയ്യുന്ന സമയത്തും എൻ്റെ ഉള്ളിൽ ഏതെങ്കിലും സിനിമയിലൊക്കെ വേണ്ടി ഒന്ന് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ പോലും ഒരു സിനിമയുടെ ഷൂട്ടാണെങ്കിൽ ആ സിനിമയുടെ ഷൂട്ടിൻ്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമൊക്കെ ഞാൻ ചിലപ്പോൾ ചെയ്യുന്നൊരു പ്ലാൻ. ഇപ്പോൾ ഡിജോ പറഞ്ഞല്ലോ ഈ മീശ വേണമെന്ന്. എനിക്ക് വേണമെങ്കിൽ ഞാൻ വെക്കേഷനുള്ള സമയത്ത് എനിക്ക് വേണമെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞത് എങ്ങനെ പോയാലും മീശ മാത്രം തൊടാതെ വെക്കാം എന്നുള്ളത് ഞാൻ ആ സമയത്ത് ചിന്തിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിജോയ്ക്ക് ആവശ്യത്തിനുള്ള നീളത്തിലുള്ള മീശ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ ഡിജോൻ്റെ പടം കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കൊരു ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരാഴ്ച ഗ്യാപ്പിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒരു ചെറിയ വെക്കേഷനായിരുന്നു. പക്ഷെ ആ വെക്കേഷനിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ അതിന് തൊട്ടടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷനായിട്ട് തന്നെയാണ്. അത് ആ സിനിമ കാണുമ്പോഴാണ് മനസ്സിലാവുക. ഡിജോൻ്റെ പടം കഴിഞ്ഞിട്ട് ഞാൻ ഒരു പടത്തിലൊരു 15 ദിവസത്തിൻ്റെ ഒരു വേഷം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അത് റെഡി ചെയ്തു. അത് കഴിഞ്ഞിട്ട് മൂസിൻ്റെ എൽ ക്ലാസിക്കോ തുടങ്ങി. അത് കഴിഞ്ഞ് വേറൊരു പടത്തിൽ ഞാനൊരു 12 ദിവസത്തിൻ്റെ ഒരു ഇത് ചെയ്തു. അതിനിടയിൽ പോയിട്ടൊരു 2 ദിവസം വേറൊരു പടത്തിൽ അഭിനയിച്ചു. അപ്പോൾ ഇതിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ലുക്ക് വേണം എന്നുള്ള കാരണം കൊണ്ട് അത് ഞാനിങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന, മേക്കപ്പ് ചെയ്യുന്ന ഇവർ 2 പേരുണ്ട്. അപ്പോൾ ഇവരോട് നമുക്ക് ഇങ്ങനെ പിടിച്ചാലോടാ, അങ്ങനെ പിടിച്ചാലോ, അപ്പോൾ താടി എനിക്ക് കുറവാണെങ്കിൽ താടിക്ക് കുറച്ച് കനം കൂട്ടി വയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മസ്കാര ഇട്ട് കട്ടി കൂട്ടാം, അകത്ത് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ അറിയാത്ത പോലത്തെ ഒരു പാച്ച് വയ്ക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു വ്യത്യാസം വരുത്താൻ പറ്റും. നമുക്ക് കാര്യം ചുണ്ടൊന്ന് കറുപ്പിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാലോടാ, എന്നിട്ട് ചുണ്ടൊന്ന് കറുപ്പിച്ച് നോക്കും. അല്ലെങ്കിൽ ഒരു സോഡാ ഗ്ലാസ് പോലത്തെ വെച്ച് കഴിഞ്ഞാൽ കുറേ വ്യത്യാസം ഉണ്ടാവില്ലേ, അങ്ങനെ ആലോചിക്കും. അതുപോലെ അല്ലെങ്കിൽ മേക്കപ്പിൽ ഇപ്പോൾ റോണക് ചേട്ടനൊക്കെയാണ് എൻ്റെ കഴിഞ്ഞൊരു 4-5 പടമായിട്ട് റോണക് ചേട്ടൻ, അതുകൊണ്ട് നമുക്ക് ഒരു കുടവേറെ വെച്ചാലോ, അല്ലെങ്കിൽ 2 പല്ല് ഫ്രണ്ടിൽ 2 പല്ല് എക്സ്ട്രാ വെച്ചാലോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇതെല്ലാം പുള്ളി റെഫറൻസും കാണിച്ചു തരും, അങ്ങനെ ഇത് കൊണ്ടുവന്ന് തരും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഞാൻ ഈ സമയങ്ങളിൽ ഹാർഡ്ലി ബ്രേക്സ് എടുത്തിട്ടുള്ളൂ. ഈ പറഞ്ഞ ഷൂട്ട് ഇപ്പോൾ ഇത്രയും ദിവസം, ഇപ്പോൾ പള്ളിച്ചട്ടമ്പി ഒക്ടോബറിൽ കഴിഞ്ഞിട്ട് ഈ സമയം കൊണ്ട് ഞാൻ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചപ്പോൾ അങ്ങനെ എൻ്റെ ഇടയ്ക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനോ വേഷം മാറാനോ ഉള്ള സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ അന്ന് പറ്റവെട്ടിയ മുടിയിൽ നിന്ന് ഇപ്പോൾ ഇത്രയുള്ള മുടിയിലേക്ക് എത്തുന്നതിനിടയ്ക്ക് ഞാനിപ്പോൾ ഇത്തിരി ലോങ് ബ്രേക്ക് എടുത്തേക്കുന്നത് നമ്മുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അതല്ലാത്ത സമയത്തൊക്കെ ഞാൻ വേറെ ഏതെങ്കിലും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലെല്ലാം പക്ഷേ ഞാൻ വേറെ ലുക്കിലാണ്. ആ വളർച്ച, മുടി വളർന്നു വരുന്നത് ആ സിനിമയുടെ കണ്ടിന്യൂറ്റിനെ ബാധിക്കാതെ കൊണ്ടുപോകാനുള്ള ചെറിയ തക്കട പരിപാടികൾ എൻ്റെ കയ്യിലുണ്ട്. നിസ്സാര കാര്യമല്ല, അതൊരു പ്ലാനിങ് പ്രോപ്പറായിട്ട് ടോവിക്കുണ്ട്. അത് ലിറ്ററലി അടുത്തേക്ക് പോകുമ്പോൾ അതിൽ തന്നെ ടോവി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. ഇപ്പോൾ ഒരു പടം ഇങ്ങനെ, ഇപ്പോൾ അടുത്ത പടം ഇങ്ങനെ, അപ്പം ഞാൻ നമ്മുടെ ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞു പിന്നെ ഓരോന്നിനും ലുക്ക്. അത് പക്ഷേ ഈ പ്ലാനുകൾ, ആ ചെറിയ എൻ്റെ ലുക്ക് ചേഞ്ചസിലുള്ള പ്ലാനുകൾ നടക്കണമെങ്കിൽ സൈമിൾട്ടേനിയസ്ലി 2 പടം ചെയ്യാൻ പറ്റില്ല. സൈമിൾട്ടേനിയസ്ലി 2 പടം ചെയ്താൽ എങ്ങനെ പോയാലും ആ ലുക്ക് നമുക്ക് മുടി ഇങ്ങോട്ട് ചെയ്യുക അങ്ങോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടല്ലാതെ നമുക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. താടി അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതും എൻ്റെ തലയിലാണെങ്കിൽ അങ്ങനെ അതിന് മാത്രം മുടിയുമില്ല, അങ്ങനെ ചെയ്യുക, അപ്പുറത്തേക്ക് ചെയ്യുക ഇപ്പുറത്തേക്ക് ചെയ്യുക, ആവശ്യമുള്ള മുടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഞാൻ കുറച്ച് സമയം എടുക്കുന്നത്. എന്താ വെച്ചാൽ അതൊരു പകുതി കഴിഞ്ഞു. അത് നമ്മൾ ലുക്കിൽ നമ്മൾ കറക്റ്റായി കഴിഞ്ഞാൽ ഒരു പകുതി പരിപാടി അതിനകത്ത് കഴിഞ്ഞു. ബാക്കി പകുതി നമുക്ക് തന്നെ ചെയ്യാനായിട്ട് ഈ ലുക്ക് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ ആ ആളെയാണ് കാണുന്നത്. അത് കിട്ടും ഭയങ്കരമായിട്ട്. ഇപ്പോൾ ആളെങ്ങനെ ചിരിക്കും, ആളുകൾ ഇങ്ങനെ കാണിക്കും, ആളുകൾ ഇങ്ങനെ കാണിക്കും, ഇതൊക്കെ നമ്മൾ വെറുതെ കണ്ണാടി മുമ്പ് ചെയ്ത് നോക്കാം. ഇങ്ങനെ നമുക്കത് കാണുമ്പോൾ തന്നെ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വരുമ്പോൾ തന്നെ നമുക്ക് വെരി ക്ലിയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭയങ്കര പ്രോമിസിങ് ആയിട്ട് അതിങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് പിന്നെ കൺഫ്യൂഷൻസ് ഇല്ല, കൂടുതൽ ക്ലാരിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ സിനിമയിലും
ടോവി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചില സിനിമയുടെ ലുക്ക് ടോവി എനിക്കും സെൽഫി എടുത്തു എങ്ങനെയുണ്ട്, സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മുടെ പള്ളിച്ചട്ടമ്പിയുടെ ലുക്കിൽ ടോവി ഓരോ സ്ഥലത്ത് പോകുമ്പോഴും കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മുന്നേ തന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ അതൊക്കെ നമുക്ക് ആഡ് ഓൺസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയിൽ പതിരടി വരുന്നു, എൽ ക്ലാസിക്കോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മൂസിനും ഞാനും ഒരുപാട് കാലമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. മൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ബ്രദറിലോ ആയിട്ടുള്ള യാസിൻ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നെങ്കിൽ അന്ന് പോലെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുവഴി കണക്റ്റഡ് ആയിട്ട് ഞാൻ സിനിമയിൽ ബേസിലും അതെ മൂസിനും അതെ എന്നെ വിളിച്ച് ആദ്യമായിട്ട് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്ന സമയത്ത് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിനുള്ള കാരണം യൂട്യൂബ് റൂട്ടസ് എന്നുള്ള സിനിമയാണ്. ഏകദേശം ഒരേ സമയത്താണ് ഞാൻ ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നത്. രണ്ടുപേരും യൂട്യൂബ് റൂട്ടസ് കണ്ടിട്ടാണ് എല്ലാവരും സംസാരിക്കണം എന്ന് തീരുമാനിച്ചത്. അത് കൊള്ളാം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അവർക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കപ്പെടാവുന്ന ഒരു നടനായിട്ട് അന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. പിന്നെ അതിനപ്പുറം ഒരു സൗഹൃദമുണ്ട്. ഈ രണ്ടുപേരുടെയും ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നന്നായി ചളി പറയും. ഞാനും നന്നായി അങ്ങനെ ചളി പറയാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന ആളാണ്. അതൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് അതെ, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. മൂസിന്റെ വേർഡ് പ്ലേ ഭയങ്കര അടിപൊളിയാണ്. ബേസിന്റെ തോട്ട് പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റാണ്, ഇലക്ട്രിക് ആണ് അവൻ്റെ തോട്ട് പ്രോസസ്സ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അതിരടിയാണ് സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും എൽ ക്ലാസിക്കോ ആണെങ്കിലും അങ്ങനെ ഒരു വൺ മാൻ ഷോ പോലത്തെ ഒരു ക്യാരക്ടർ അല്ല. അത് ഒരു ഇപ്പോൾ തല്ലുമലയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ എക്സ്റ്റെൻസീവായിട്ട് ഫാമിലി, കസിൻസ്, കുടുംബജീവിതം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നസ്രിയാണ് അതിൽ ഉള്ളത്. നസ്രിയുടെ ആണെങ്കിൽ അതാണ് ഒരു പകുതി നസ്രയും പകുതി ഞാനുമായിരിക്കും അതിനകത്ത്. നസ്രയ്ക്കും കൂടെ കുറേ ആൾക്കാരുണ്ട്, എനിക്കും കൂടെ കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫൈൻഡ് ആണ്, കൂടെയുള്ളവരുടെയും ഒക്കെ. അപ്പം അങ്ങനെ ഫുട്ബോളുണ്ട്, പ്രണയമുണ്ട്, ദാമ്പത്യമുണ്ട്, എന്താ പറയുക, മറ്റേന്ന് വെച്ചാൽ രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ച ശുഭം ആണല്ലോ. ഇത് കഴിഞ്ഞിട്ടുള്ള കഥയുണ്ടാവും. അത് നമ്മൾ കുറേ മുമ്പത്തേക്ക് കേട്ടിട്ടുണ്ടാവും. ഈ 60കളിൽ ജനിച്ചവരുടെയും 70കളിൽ ജനിച്ചവരുടെയൊക്കെ ഒരു മില്ലേനിയൽസിൻ്റെയും 90s കിഡ്സിൻ്റെ ഒന്നും അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതമൊന്നും നമുക്കതിന് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരെണ്ണം ഈ അടുത്തൊന്നും നന്നായിട്ട് ഞാൻ ഓർക്കില്ല. അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും, ഫുഡ് ഉണ്ടാവും, ഇതൊക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതായിരിക്കും. അതിനിടെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു നല്ല അതിരടി പരിപാടിയാണ്. അതിനെ പറ്റിയിട്ട് ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് കാണട്ടെ ആൾക്കാർ. അതെ അതെ. അപ്പോൾ എന്തായാലും ഡിജോ ഗംഭീരമാവട്ടെ പള്ളിച്ചട്ടമ്പി. അപ്പോൾ അടുത്തൊരു പൊളിറ്റിക്കൽ എല്ലാ തരത്തിലും തിയേറ്ററിനെ എൻ്റർടൈൻ ചെയ്യുന്നൊരു മാസമായിട്ടായി മാറട്ടെ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒരു വിഷുക്കോടി. ഓക്കെ, താങ്ക് യു. ആ അപ്പോൾ ഞാൻ കൈ തരാം.